ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എഞ്ചിൻ ഓയിൽ മുഴുവൻ തീർന്ന് പിസ്റ്റൺ പിടിച്ച വണ്ടിയുടെ ഫുൾ എഞ്ചിൻ അസംബ്ലിംഗ് വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓയിൽ മുഴുവൻ തീർന്നു പോയതുകൊണ്ട് റിങ്സ് എല്ലാം ജാമായി പിസ്റ്റൺ കണക്റ്റിംഗ് റോഡിൽ നിന്നും ഒട്ടും അനങ്ങാത്ത സ്റ്റേജിലായിരുന്നു. നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ ചേസിസിൽ നിന്നും വേർപെടുത്തി മുഴുവനായി എങ്ങനെ ഡിസസംബ്ലി ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഇവിടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ എൻജിൻ അസംബ്ലിങ്ങിൻ്റെ വീഡിയോ സീരീസിലെ പാർട്ട് 4 വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ ഇന്ന്. ഈ വീഡിയോ സീരീസിലെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തുടർ വീഡിയോകളുടെ എല്ലാ ലിങ്കുകളും അത് പബ്ലിഷ് ചെയ്യുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യാം. 10W30 ഓയിൽ ഗ്രേഡിംഗ് ഉള്ള 800 ml ആണ് എൻജിൻ ഓയിൽ കപ്പാസിറ്റി. ഒരു ഹോസും ഫണലും ഇതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എൻജിൻ ഓയിൽ ഒഴിക്കാൻ വളരെ എളുപ്പമുണ്ടാകും. ഓയിൽ ഫിൽ ചെയ്ത് ഡിപ്സ്റ്റിക് ഇട്ട് തിരികെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈവ് ബെൽറ്റ് കോൺഫിഗർ ചെയ്യണം. ഡ്രൈവ് ബെൽറ്റിന് 449 രൂപയാണ് ഒറിജിനൽ പ്രോഡക്റ്റിൻ്റെ വില. OE അഥവാ ഒറിജിനൽ എക്യുപ്മെൻ്റ് ആണെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് ഹോണ്ട എന്ന് എഴുതിയിരിക്കും. ഇതാണ് ക്ലച്ച് അസംബ്ലി. ഇതിൻ്റെ 3 ക്ലച്ച് ഷൂകളും ഞാൻ പുതിയതിട്ടതാണ്. അതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ടെക്നോ ടിപ്സ് ഓറിയോ പിന്നീട് ചെയ്യുന്നതാണ്. ഡ്രൈവ് ബെൽറ്റ് പുള്ളിയുടെ ഗ്രൂവിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു സ്പാനർ ഉപയോഗിച്ച് ഇതുപോലെ മെല്ലെ മെല്ലെ തട്ടി ഉള്ളിലേക്ക് കടത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വേരിയേറ്ററിൻ്റെ ഭാഗത്ത് ക്രാങ്ക് ഷാഫ്റ്റിൽ ബെൽറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ഗിയർ ബോക്സിൽ നിന്നും വരുന്ന ക്ലച്ച് ഷാഫ്റ്റിലേക്ക് നമുക്ക് ക്ലച്ച് അസംബ്ലി ഡ്രൈവ് ബെൽറ്റിനോടൊപ്പം ഇതുപോലെ കടത്തി കൊടുക്കാം. അതിനുശേഷം ക്ലച്ച് ഹൗസിങ് തിരികെ ഇടണം. അതിനു പിന്നാലെ ഒരു വാഷറും 19 mm ഒരു നട്ടുമുണ്ടാകും. 19 mm ഹെക്സ് സോക്കറ്റ് മെൽറോഡുമോ അല്ലെങ്കിൽ 19 mm റിംഗ് സ്പാനറോ ഉപയോഗിച്ച് ക്ലച്ച് ഷാഫ്റ്റ് നട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ കറക്കം ഒഴിവാക്കാനായി നമുക്ക് ഈ ലോക്കിംഗ് ടൂൾ ഉപയോഗിക്കണം. ഈ 2 ഹോളുകളിലായി ലോക്കിംഗ് ടൂളിൻ്റെ ഈ ഭാഗം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഓപ്പോസിറ്റ് ഭാഗം സെൻറ്റർ സ്റ്റാൻഡിൻ്റെ താഴെയായി ഇതുപോലെ വെച്ച് കൊടുക്കണം. എൻ്റെ ടൂളിന് ലെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് അഡീഷണൽ എക്സ്റ്റൻഷനായി ഒരു മെറ്റൽ പൈപ്പ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി നമുക്ക് നട്ട് പൂർണ്ണമായും ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേരിയേറ്റർ റോളറുകൾ അഥവാ റോളർ വെയിറ്റുകളെ പരിചയപ്പെടാം. 55 രൂപയാണ് ഒറിജിനൽ റോളറിന് ഒരെണ്ണത്തിന് വില വരുന്നത്. ഇതുപോലുള്ള 6 റോളറുകൾ നമുക്ക് വേണ്ടി വരും. ഇതാണ് വേരിയേറ്റർ. വേരിയേറ്ററിൽ റോളർ ഇടുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പച്ച നിറമുള്ള ഈ ഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ളതും ഉള്ളിലേക്ക് കയറിയിരിക്കുന്നതുമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഒരു മെറ്റൽ ഭാഗം കാണാവുന്നതാണ്. താഴ്ന്നിരിക്കുന്ന പച്ച നിറമുള്ള റോളറിൻ്റെ ഭാഗം വേരിയേറ്ററിൽ ഇടുമ്പോൾ വലതുഭാഗത്ത് വരുന്ന രീതിയിലാണ് നമ്മൾ റോളർ ഇടേണ്ടത്. ഈ പച്ച കളറുള്ള ഭാഗം വലതുഭാഗത്ത് വരുന്ന രീതിയിലാണ് എല്ലാ റോളറിലും ഇടേണ്ടത്. റോളറിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിക്ക് അനുസരിച്ച് ഇതിൻ്റെ നിറത്തിൽ വ്യത്യാസം വരാം. പച്ച നിറം തന്നെ ആവണമെന്നില്ല. എന്നിരുന്നാലും ഫ്ലാറ്റായി ഒരല്പം കുഴിഞ്ഞിരിക്കുന്ന ഭാഗം വലതുഭാഗത്ത് വരുന്ന രീതിയിൽ റോളർ ഇടാൻ ശ്രദ്ധിക്കുക. വേരിയേറ്ററിൻ്റെ കവറിങ് തിരികെ ഇടുമ്പോൾ അതിൻ്റെ 3 സ്ലീവുകളുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്ത് വേരിയേറ്റർ പിൻ ഇതുപോലെ ഫിക്സ് ചെയ്യാം. വേരിയേറ്ററിൻ്റെ ഈ ഭാഗം പുറത്തു വരുന്ന രീതിയിൽ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് നമുക്ക് വേരിയേറ്റർ അസംബിൾ ഇതുപോലെ തള്ളി കയറ്റി കൊടുക്കാം. അതിനുശേഷം ഡ്രൈവ് ബെൽറ്റ് പിന്നിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഈ ഗിയർ വീലും തിരികെ ഫിക്സ് ചെയ്യാം. കൂളിംഗ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയുള്ള ഈ കാണുന്ന ഫാനാണ് ഇനി നമുക്ക് ഇടാനുള്ളത്. കിക്കർ റാച്ചറ്റ് അഥവാ കിക്കർ പിനിയൻ്റെ സ്റ്റോപ്പറാണിത്. നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കിക്കർ പിനിയൻ വന്ന് സ്റ്റോപ്പ് ആവുന്ന ഭാഗമാണിത്. അതിനുശേഷം ഈ വാഷറും പിന്നെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ നട്ടുമുണ്ടാകും. 22 mm സൈസാണ് ഈ നട്ടിൻ്റേത്. യാതൊരുവിധ സ്പെഷ്യൽ ടൂളുകൾ ഉപയോഗിക്കാതെ ഈ നട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാഗ്നറ്റും കോയിൽ അസംബ്ലിയും ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്